കോഴിക്കോട് ചെറുവണ്ണൂരിലെ സെയിൽ സ്റ്റീൽ കോർപ്പറേഷൻ കോംപ്ലക്സ് അതീവ രഹസ്യമായി സ്വകാര്യ കമ്പനിക്ക് കൈമാറിയത് വിവാദത്തിൽ. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഉത്തരവിന്റെ മറവിലാണ് 300 കോടി രൂപ വിലമതിക്കുന്ന സ്ഥാപനം 30 കോടി രൂപയ്ക്ക് വിറ്റത്. സർക്കാരിനെ കേൾക്കാതെയാണ് ട്രൈബ്യൂണൽ വിധിയെന്നും ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സർക്കാരിന്റെ ഒത്താശയോടെയാണ് ഈ വിൽപ്പന നടന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വ്യവസായ വകുപ്പോ തൊഴിലാളി സംഘടനകളോ അറിയാതെയാണ് ഈ രഹസ്യ കൈമാറ്റം ഉണ്ടായിരിക്കുന്നത്. അതും 300 കോടി രൂപ വിലമതിക്കുന്ന കോഴിക്കോട് ദേശീയപാതയോരത്തെ ചെറുവണ്ണൂരിലെ കണ്ണായ സ്ഥലത്തെ കമ്പനി വെറും 30 കോടി രൂപയുടെ ചുളുവിലയ്ക്കാണ് വിറ്റിരിക്കുന്നത്. വലിയ ദുരൂഹതയാണ് അതീവ രഹസ്യമായി നടന്ന ഈ കൈമാറ്റത്തിലുള്ളത്. മെയ് 2-നാണ് ഇത് സംബന്ധിച്ച് ദേശീയ കമ്പനി നിയമ ട്രിബ്യൂണലിന്റെ ഉത്തരവിറങ്ങിയത്. പിന്നാലെ സ്വകാര്യ കൺസൾട്ടിംഗ് കമ്പനിയായ ഛത്തീസ്ഗഡിലെ ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 30 കോടി രൂപയ്ക്ക് സ്റ്റീൽ കോംപ്ലക്സ് കൈമാറുന്ന നടപടിക്രമങ്ങൾ ഉണ്ടായത് അതിവേഗത്തിലാണ്. നിയമ നടപടികൾക്കിടെ ട്രിബ്യൂണൽ നിയമിച്ച റിസീവർ അനീഷ് അഗർവാളാണ് ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾക്കുള്ള അപേക്ഷ നൽകിയത്. 2013-ൽ UDF സർക്കാരിന്റെ കാലത്ത് സ്റ്റീൽ കോംപ്ലക്സിന്റെ വികസനത്തിനായി കനറ ബാങ്കിൽ നിന്നും 45 കോടി രൂപ വായ്പയെടുത്തിരുന്നു. UDF സർക്കാരിന്റെ കാലത്തും തുടർന്ന് വന്ന LDF സർക്കാരിന്റെ കാലത്തും ഇതിന്റെ തിരിച്ചടവ് മുടങ്ങി. 45 കോടി രൂപ പലിശ ഉൾപ്പെടെ 107 കോടി രൂപയുടെ കുടിശ്ശികയായി മാറി. ഇതോടെയാണ് കനറ ബാങ്ക് അധികൃതർ ദേശീയ കമ്പനി നിയമ ട്രിബ്യൂണലിനെ സമീപിച്ചത്. പലതവണ കേസ് വിസ്താരം നടന്നിട്ടും സർക്കാർ അത് വാദിക്കാനോ കടം തിരിച്ചടയ്ക്കാനോ തയ്യാറായില്ല. ഇത് ദുരൂഹമാണെന്നും സർക്കാരിന്റെ ഒത്താശയോടെയാണ് ഇപ്പോഴത്തെ രഹസ്യ കൈമാറ്റം നടന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ആരാണ് ഈ കച്ചവടം നടത്തിയത്? ആരാണ് നടത്തിയത്? സംസ്ഥാന സർക്കാരിന് പോലും പങ്കാളിത്തമുള്ള സ്ഥാപനം സംസ്ഥാനത്ത് കരവെക്കാൻ പറ്റുമോ? അപ്പോൾ വോട്ടിന്റെ കാര്യത്തിലും തെരഞ്ഞെടുപ്പിലും മാത്രമല്ല, ചില പൊതുമേഖലാ സ്ഥാപന കച്ചവടകാര്യങ്ങളിലും BJPയും CPM തമ്മിൽ ബന്ധമുണ്ടോ? ഈ കച്ചവടം നടന്നിരിക്കുന്നത് CPMന്റെയും BJPയുടെയും നേതാക്കളുള്ള ഒരുമിച്ചുള്ള കൂട്ടുകെട്ടാണ്. നഖശികാന്തം ഞങ്ങൾ അതിനെതിർക്കും. അതേസമയം UDF ഭരണകാലത്തെടുത്ത വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വന്ന വീഴ്ചയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നാണ് LDF ആരോപിക്കുന്നത്. ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അറിയിച്ചു. സംസ്ഥാന സർക്കാരിനെ കേൾക്കാതെയും സർക്കാർ നിശ്ചയിച്ച പാട്ടവ്യവസ്ഥയ്ക്ക് വിരുദ്ധവുമാണ് ഇപ്പോഴത്തെ കൈമാറ്റമെന്ന് മന്ത്രി പറയുന്നു. വലിയ രാഷ്ട്രീയ വിവാദത്തിന് കൂടിയാണ് കോഴിക്കോട് ചെറുവണ്ണൂരിലെ സെയിൽ സ്റ്റീൽ കോംപ്ലക്സിന്റെ രഹസ്യ കൈമാറ്റം വഴി തുറന്നിരിക്കുന്നത്. നിരവധി പേരുടെ ഉപജീവനവും അത്താണിയുമായിരുന്നു എൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന സെയിൽ സ്റ്റീൽ ഇന്ത്യ കോംപ്ലക്സ് എന്ന ഈ പൊതുമേഖലാ സ്ഥാപനം. ഇത് പൊതുമേഖലാ രംഗത്ത് നിന്നും നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇപ്പോൾ ഭരിക്കുന്നവർക്കോ മുൻപ് ഭരിച്ചിരുന്നവർക്കോ ഒരിക്കലും ഒഴിഞ്ഞു മാറാനാകില്ല. അതുകൊണ്ട് തന്നെ സ്റ്റീൽ കോംപ്ലക്സ് ഓഫ് ഇന്ത്യ എന്ന പൊതുമേഖലാ സ്ഥാപനം നിലനിർത്താൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായേ തീരൂ. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.